ചില ആളുകളുടെ ഡിസിപ്ലിൻ നമ്മളെ അല്പം പേടിപ്പിക്കും. അവരെ നോക്കിയാൽ നമ്മൾ വിചാരിക്കും, ഇത് സാധാരണയല്ലല്ലോ. ഇന്ന് നിങ്ങൾക്ക് അത്തരമൊരു ഡിസിപ്ലിൻ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ആ ആളെ കണ്ടിട്ടുണ്ടോ? എല്ലാ ദിവസവും ഒരേ സമയത്ത് എഴുന്നേൽക്കും, ഒരേ കാര്യങ്ങൾ ചെയ്യും, ഒരിക്കലും നിർത്തില്ല. മറ്റുള്ളവർ മൂന്നാം ആഴ്ചയിൽ തന്നെ കൈവിടുമ്പോൾ അവർ മുന്നോട്ട് തന്നെ പോകും. മറ്റുള്ളവർ എക്സ്ക്യൂസ് പറയുമ്പോൾ അവർ സിംപ്ലി ഏറ്റവും ജോലി ചെയ്യും. അപ്പോൾ ആളുകൾ പറയും, ഇവൻ നോർമലല്ല. ഇത്തരത്തിലുള്ള കൺസിസ്റ്റൻസി ഉണ്ടാക്കുന്ന ഒരു പഴയ സിസ്റ്റം ജപ്പാനിലെ സെൻ സന്യാസിമാർ ഉപയോഗിച്ചിരുന്നു. അതിനാണ് ഗുജി എന്ന് പറയുന്നത്. അർത്ഥം തന്നെ തുടരുന്ന പ്രാക്ടീസ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ ഇനി ഗോൾസ് ബ്രേക്ക് ചെയ്യേണ്ടി വരില്ല. പക്ഷേ ഒരു ക്യാച്ചുണ്ട്. ഈ സിസ്റ്റം എല്ലാവർക്കും പറ്റിയതല്ല. നിങ്ങളുടെ ഉള്ളിലെ ഒരു പഴയ വേർഷനെ നിങ്ങൾ കൊല്ലണം. എന്താണ് അത് എന്ന് പറയുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യൂ, നിങ്ങളുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഹാബിറ്റ് കമൻറ്റ് ചെയ്യൂ. ഇതെനിക്ക് സഹായമാകും, നിങ്ങൾക്ക് മാറ്റം വേണമെന്ന് എനിക്ക് മനസ്സിലാക്കാനും. വാ തുടങ്ങാം. ഈ കഥ റാഫേൽ എന്ന പ്രോഗ്രാമറിൻ്റേതാണ്. വളരെ സ്മാർട്ട്, നല്ല ജോലി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. 2 ആഴ്ചയ്ക്ക് മുകളിൽ ഒരു ശീലവും തുടരാൻ പറ്റാത്ത അവസ്ഥ. ജിം 2 മാസം മാത്രം, മെഡിറ്റേഷൻ 1 ആഴ്ച, പുസ്തകം വാങ്ങി 3 പേജ് വായിച്ചു മാറ്റിവെക്കും. എല്ലായ്പ്പോഴും ഒരേ പാറ്റേൺ. തിങ്കളാഴ്ച മോട്ടിവേഷൻ, പിന്നീട് എക്സ്ക്യൂസസ്, ഉപേക്ഷിക്കൽ, ഞായറാഴ്ച അടുത്ത ആഴ്ച എന്ന് പറയൽ. ഹാബിറ്റ് ആപ്പുകൾ, റിവാർഡുകൾ, പാർട്ട്ണർ എല്ലാം ശ്രമിച്ചു. ഒന്നും വർക്കായില്ല. കാരണം അവൻ്റെ മനസ്സിൻ്റെ സ്ട്രക്ചർ. സെൻ മോങ്സ് 100 കണക്കിന് വർഷങ്ങളായി ഒരു ദിവസം പോലും മിസ് ചെയ്യാതെ മെഡിറ്റേറ്റ് ചെയ്യുന്നത് കണ്ടെത്തിയപ്പോൾ എല്ലാം മാറി. ഇത് വിൽ പവർ മാത്രമല്ല, അതിലും ആഴമുള്ള എന്തോ ഒന്നാണ്. സെൻ ക്ഷേത്രങ്ങളിൽ ഒരു ലളിതമായ നിയമമുണ്ട്. ഗ്യോജി, അതായത് ഗ്യാപ്പില്ലാത്ത തുടർച്ചയായ പരിശീലനം. ഗ്യാപ്പില്ലാതെ 1200 AD മുതൽ ഇന്നുവരെ ജപ്പാനിലെ ഒരു പുരാതന ക്ഷേത്രത്തിൽ, എയ്ഹെയ്ജി പോലുള്ളതിൽ, എല്ലാ ദിവസവും പുലർച്ചെ 3:30 കൃത്യമായി ബെല്ലടിക്കും. ഒരു ദിവസം പോലും മിസ് ചെയ്തിട്ടില്ല. ഇത്രയും നൂറ്റാണ്ടുകളായി തുടരുന്ന ഈ ക്രമം കാണുമ്പോൾ മനസ്സിലാകും, സെൻ മോങ്സിന് ഒരിക്കലും ഈ ചോദ്യം തോന്നില്ല, ഇന്ന് സ്കിപ്പ് ചെയ്താലോ? കാരണം അവരുടെ മനസ്സ് ഒരു കാര്യം പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ തലച്ചോറ് കമ്മിറ്റ്മെന്റ്സിനെ 2 തരം ബോക്സുകളായി തരംതിരിക്കുന്നു. റിവേഴ്സിബിൾ, മാറ്റാവുന്നത്. ഇതിനെക്കുറിച്ച് നെഗോസിയേഷൻ നടക്കും. ഇന്നില്ലെങ്കിൽ നാളെ ചെയ്യാമെന്ന് മനസ്സ് പറയും. ഇർറിവേഴ്സിബിൾ, മാറ്റാൻ പറ്റാത്തത്. ഇത് സിംപ്ലി നടക്കും. ചോദ്യങ്ങളില്ല, എക്സ്ക്യൂസസ് ഇല്ല. മോങ്സ് വൗ എടുക്കുമ്പോൾ അവൻ ശ്രമിക്കാമെന്ന് പറയുന്നില്ല. അവൻ തൻ്റെ ഐഡന്റിറ്റി തന്നെ മാറ്റുകയാണ്. ഞാനൊരു മെഡിറ്റേറ്ററാണ്. അത് സമൂഹം മുഴുവൻ കാണുന്നു, സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ നെഗോസിയേഷൻ അവസാനിക്കുന്നു. റാഫേലും ഇതേ കാര്യം ചെയ്തു. അവൻ പ്രൈവറ്റ് പ്രോമിസുകൾ നിർത്തി. പകരം പബ്ലിക് ഡിക്ലറേഷൻ തുടങ്ങി. അവൻ എഴുതി പോസ്റ്റ് ചെയ്തു, ഞാൻ 90 ദിവസം തുടർച്ചയായി രാവിലെ 5 മണിക്ക് 20 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളാണ്. സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു. എല്ലാവരോടും പറഞ്ഞു. ചിലർ പറഞ്ഞു, ഓവർ ഡ്രാമയാണ്, അത്രയും ട്രൈ ചെയ്യുന്നത് അമിതമാണ്. അത് പെർഫെക്റ്റ് ആയിരുന്നു. കാരണം ഇപ്പോൾ ഗിവപ്പ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വേദനാജനകമായി മാറി. സെൻ ക്ഷേത്രങ്ങളിൽ ഒരു ലളിതമായ നിയമമുണ്ട്. ഗ്യോജി, അതായത് ഗ്യാപ്പില്ലാത്ത തുടർച്ചയായ പരിശീലനം. ഗ്യാപ്പില്ലാതെ 1200 AD മുതൽ ഇന്നുവരെ ജപ്പാനിലെ ഒരു പുരാതന ക്ഷേത്രത്തിൽ, എയ്ഹെയ്ജി പോലുള്ളതിൽ, എല്ലാ ദിവസവും പുലർച്ചെ 3:30 കൃത്യമായി ബെല്ലടിക്കും. ഒരു ദിവസം പോലും മിസ് ചെയ്തിട്ടില്ല. ഇത്രയും നൂറ്റാണ്ടുകളായി തുടരുന്ന ഈ ക്രമം കാണുമ്പോൾ മനസ്സിലാകും, സെൻ മോങ്സിന് ഒരിക്കലും ഈ ചോദ്യം തോന്നില്ല, ഇന്ന് സ്കിപ്പ് ചെയ്താലോ? കാരണം അവരുടെ മനസ്സ് ഒരു കാര്യം പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ തലച്ചോറ് കമ്മിറ്റ്മെന്റ്സിനെ 2 തരം ബോക്സുകളായി തരംതിരിക്കുന്നു.
റിവേഴ്സിബിൾ, മാറ്റാവുന്നത്. ഇതിനെക്കുറിച്ച് നെഗോസിയേഷൻ നടക്കും. ഇന്നില്ലെങ്കിൽ നാളെ ചെയ്യാമെന്ന് മനസ്സ് പറയും. ഇർറിവേഴ്സിബിൾ, മാറ്റാൻ പറ്റാത്തത്. ഇത് സിംപ്ലി നടക്കും. ചോദ്യങ്ങളില്ല, എക്സ്ക്യൂസസ് ഇല്ല. മോങ്സ് വൗ എടുക്കുമ്പോൾ അവൻ ശ്രമിക്കാമെന്ന് പറയുന്നില്ല. അവൻ തൻ്റെ ഐഡന്റിറ്റി തന്നെ മാറ്റുകയാണ്. ഞാനൊരു മെഡിറ്റേറ്ററാണ്. അത് സമൂഹം മുഴുവൻ കാണുന്നു, സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ നെഗോസിയേഷൻ അവസാനിക്കുന്നു. റാഫേലും ഇതേ കാര്യം ചെയ്തു. അവൻ പ്രൈവറ്റ് പ്രോമിസുകൾ നിർത്തി. പകരം പബ്ലിക് ഡിക്ലറേഷൻ തുടങ്ങി. അവൻ എഴുതി പോസ്റ്റ് ചെയ്തു, ഞാൻ 90 ദിവസം തുടർച്ചയായി രാവിലെ 5 മണിക്ക് 20 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളാണ്. സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു. എല്ലാവരോടും പറഞ്ഞു. ചിലർ പറഞ്ഞു, ഓവർ ഡ്രാമയാണ്, അത്രയും ട്രൈ ചെയ്യുന്നത് അമിതമാണ്. അത് പെർഫെക്റ്റ് ആയിരുന്നു. കാരണം ഇപ്പോൾ ഗിവപ്പ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വേദനാജനകമായി മാറി. പബ്ലിക് ഡിക്ലറേഷൻ നെഗോസിയേഷൻ തീർത്തു. പക്ഷെ ബോഡി ഇപ്പോഴും പോരാടി തുടങ്ങി. അപ്പോഴാണ് മങ്സിന്റെ രണ്ടാമത്തെ നിയമം വരുന്നത്. ഫിക്സ്ഡ് ടൈം, കൃത്യമായ സമയം. നമ്മൾ ദിവസവും ഏറ്റവും കൂടുതൽ എനർജി വേസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ചോദ്യത്തിലാണ്. ഇപ്പോൾ തന്നെയാണോ, രാവിലെയോ, വൈകുന്നേരമോ, എപ്പോൾ ചെയ്യണം? ഈ ചോദ്യം തലച്ചോറിന്റെ ഊർജം കൊള്ളയടിക്കുന്നു. നെഗോസിയേഷൻ തുടരുന്നു. ഡിസിഷൻ ഫെറ്റീഗ് വരുന്നു. റാഫേൽ അതിനെ തടഞ്ഞു. അവനൊരു ഫിക്സ്ഡ് ടൈം തിരഞ്ഞെടുത്തു. രാവിലെ 5 മണി. സൂര്യോദയം കാണാനല്ല, ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത ശാന്തമായ സമയമായതുകൊണ്ട് മാത്രം. ആദ്യ ആഴ്ച നരകം പോലെ തോന്നി. ബോഡി റെസിസ്റ്റ് ചെയ്തു. മനസ്സ് പരാതി പറഞ്ഞു. രണ്ടാം ആഴ്ച ബോഡി അനുസരിച്ചു തുടങ്ങി, അഡാപ്റ്റായി. 14-ാം ദിവസം അലാറം മുഴങ്ങുന്നതിന് മുൻപേ തന്നെ എഴുന്നേറ്റു. ശരീരം സ്വയം ക്ലോക്കായി മാറി. സമയം ഫിക്സ് ആകുമ്പോൾ തലച്ചോറ് ആർഗ്യൂ ചെയ്യില്ല. ഇപ്പോഴാണോ എന്ന ചോദ്യം ഇല്ലാതാകുന്നു. ആക്ഷൻ സിംപ്ലി നടക്കുന്നു. പക്ഷെ പുതിയ പ്രശ്നം വന്നു. സമയം ഫിക്സായി, പക്ഷേ ആക്ടിവിറ്റി അല്പം മാറ്റി. ബ്രെയിൻ വീണ്ടും ലൂപ്പ് ഹോൾ കണ്ടെത്തി. ഇന്നിതല്ല, വേറെ എന്തെങ്കിലും ചെയ്യാം എന്ന്. ഇങ്ങനെ ഫിക്സ്ഡ് ടൈം ശക്തമായി. പക്ഷെ കൺസിസ്റ്റൻസി നിലനിർത്താൻ ഇനിയും നിയമങ്ങൾ വേണം. വൈവിധ്യം കൺസിസ്റ്റൻസിയുടെ ഏറ്റവും വലിയ ശത്രുവാണ്. റാഫേൽ എല്ലാം ലോക്ക് ചെയ്തു, പൂർണ്ണമായി ഫിക്സാക്കി. അവൻ്റെ ദിനചര്യയെ ഇങ്ങനെ: 20 പുഷപ്സ്, 10 മിനിറ്റ് മെഡിറ്റേഷൻ, 10 മിനിറ്റ് റീഡിംഗ്. ഒരേ ഓർഡർ, ഒരേ സമയം, ഒരേ കാര്യങ്ങൾ തന്നെ. 90 ദിവസം തുടർച്ചയായി. 3-ാം ആഴ്ച മനസ്സ് നിലവിളിച്ചു, ഇതെന്തിനിങ്ങനെ, മാറ്റാം എന്ന് സ്ക്രീം ചെയ്തു. 4-ാം ആഴ്ച ആ വോയിസ് കുറഞ്ഞു, വീക്കായി. റെസിസ്റ്റൻസ് കുറഞ്ഞു തുടങ്ങി. 6-ാം ആഴ്ച ബോഡി ഓട്ടോ മോഡിലേക്ക് മാറി. എഴുന്നേറ്റാൽ തന്നെ ആ റുട്ടീൻ നടക്കുന്നു, ചിന്തിക്കാതെ തന്നെ. കൺസിസ്റ്റൻസി വിൽ പവർ കൊണ്ടല്ല വരുന്നത്, അത് റെപ്പറ്റിഷൻ കൊണ്ടാണ്. തുടർച്ചയായി റിപ്പീറ്റ് ചെയ്യുമ്പോൾ മനസ്സും ശരീരവും അതിനെ ഡീഫോൾട്ടാക്കി മാറ്റുന്നു. എക്സ്ക്യൂസസ് ഇല്ലാതാകുന്നു. ആക്ഷൻ ഓട്ടോമാറ്റിക് ആകുന്നു. അപ്രതീക്ഷിത പ്രശ്നങ്ങൾ കൺസിസ്റ്റൻസിയെ കൊല്ലും. ഏറ്റവും വലിയ ശത്രു അതാണ്. അതുകൊണ്ട് തന്നെ എല്ലാം മുൻകൂട്ടി തീരുമാനിക്കണം. അങ്ങനെ വരുന്നു ഒരു പവർഫുൾ റൂൾ: വെൻ എക്സ് ഹാപ്പൻസ്, ഐ ഡു വൈ. അതായത് എക്സ് സംഭവിച്ചാൽ ഞാൻ വൈ ചെയ്യും. ഉദാഹരണങ്ങൾ: മഴ പെയ്താൽ ഗരാജിൽ വർക്കൗട്ട്, അതിഥികൾ വന്നാൽ ബാത്റൂമിൽ പ്രാക്ടീസ്, ഹാങ് ഓവർ ഉണ്ടെങ്കിൽ മിനിമം വേർഷൻ മാത്രം, ചെറിയ രൂപത്തിൽ തുടരുക. ഇങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചാൽ ഡിസിഷൻ ഫെറ്റീഗ് ഇല്ലാതാകും. മനസ്സിന് ഇപ്പോൾ എന്ത് ചെയ്യണം എന്ന ചോദ്യം തന്നെ വരില്ല. ബോഡി സ്വയം ഓട്ടോമാറ്റിക് മോഡിലേക്ക് മാറുന്നു. ആക്ഷൻ നടക്കുന്നു, ചിന്തിക്കാതെ തന്നെ. 90 ദിവസം കഴിഞ്ഞപ്പോൾ റാഫേൽ മുമ്പത്തെ ആളല്ല, പൂർണ്ണമായി മാറി. ആളുകൾ പറഞ്ഞു, ഇത് നോർമൽ അല്ല. അതെ, കൃത്യമായി.
നോർമൽ ആളുകൾ നോർമൽ റിസൾട്ട് മാത്രമേ കിട്ടൂ. കൺസിസ്റ്റൻസി ഒരു ശീലം മാത്രമല്ല, അത് ഐഡന്റിറ്റിയാണ്. ഗ്യോജി സിസ്റ്റം നിങ്ങൾക്ക് വെറും ഹാബിറ്റ് ഉണ്ടാക്കില്ല, അത് നിങ്ങളെ തന്നെ പുതിയൊരാളാക്കി മാറ്റും. ഞാൻ ശ്രമിക്കുന്നയാളാണ് എന്ന നിലയിൽ നിന്ന് ഞാനത് ചെയ്യുന്നയാളാണ് എന്ന ഐഡന്റിറ്റിയിലേക്ക്. ഇനി ഒരു ചോദ്യം മാത്രം ബാക്കി. നിങ്ങൾ തയ്യാറാണോ? കമന്റിൽ പറയൂ. നിങ്ങളുടെ പബ്ലിക് ഡിക്ലറേഷൻ എന്താണ്? അടുത്ത വീഡിയോയിൽ കാണാം.